ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്, അവയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇൻകംപ്ലീറ്റ്നെസ്സിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ പോരായ്മകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് തയ്യാറാക്കാത്ത അക്കൗണ്ടിംഗ് സിസ്റ്റത്തെയാണ് ഇൻകംപ്ലീറ്റ് സിസ്റ്റം അല്ലെങ്കിൽ സിംഗിൾ എൻട്രി സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. ഈ സിസ്റ്റത്തിൽ ഒരു ക്യാഷ് ബുക്കും പേഴ്സണൽ ലെഡ്ജർ റെക്കോർഡ്സും ആയിരിക്കും സാധാരണ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഉദാഹരണമായി നമ്മുടെ നാട്ടിലുള്ള ചെറിയൊരു കട എടുക്കുക. അവർ എഴുതി വെക്കുന്ന കാര്യങ്ങൾ അവയൊന്നും ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടായിരിക്കില്ല. ഒരുപക്ഷെ അവർക്കത് അറിയാൻ പറ്റാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ അത്രമാത്രം സമയം അതിനായി ചിലവിടാൻ സാധിക്കാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് മെയിൻ്റെനൻസ് ഹൈ ആയതുകൊണ്ടൊക്കെ ആകാം. അതുപോലുള്ള കടകളിൽ ഒരു ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. കാരണം ക്യാഷ് എത്ര വന്നു, എത്ര പോയി എന്നൊക്കെ അറിയണം. പിന്നെ പേഴ്സണൽ ലെഡ്ജേഴ്സ്, ആരാണ് ഇങ്ങോട്ട് ക്യാഷ് നൽകാനുള്ളത്, ആർക്കാണ് ക്യാഷ് കൊടുക്കാനുള്ളത്, ഇതൊക്കെ അറിയാനായിട്ട്. ഇതൊക്കെയാണ് അവർ സാധാരണ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ട്സ്. അതായത് ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെയും പേഴ്സണൽ ലെഡ്ജർ അക്കൗണ്ടുകളും. ഇംപേഴ്സണൽ അക്കൗണ്ട്സ് ആയ സെയിൽസ്, പർച്ചേസ്, അസറ്റ്സ്, നോമിനൽ അക്കൗണ്ട്സ് ആയ റെന്റ്, സാലറി, വേജസ്, ഇവയെല്ലാം അവർ അവഗണിക്കുന്നു. സിംഗിൾ എൻട്രി സിസ്റ്റത്തിലും എത്രമാത്രം പ്രോഫിറ്റ് ഏൺ ചെയ്തു എന്ന് അവർക്ക് കണ്ടുപിടിക്കണമല്ലോ. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഏൺ ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതിന് അവർ യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഇൻകംപ്ലീറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്ന് നമുക്ക് എങ്ങനെ ലാഭവും നഷ്ടവും കണക്കാക്കാമെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് അസർട്ടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും അവരുടെ കാര്യക്ഷമതയും വിജയപരാജയങ്ങളും വിലയിരുത്തുന്നതിനായി പ്രവർത്തന ഫലം കണ്ടുപിടിക്കാറുണ്ട്. വാർഷിക സാമ്പത്തിക കണക്കുകൾ തയ്യാറാക്കുന്നതിലൂടെ അവർക്ക് അവരുടെ ബിസിനസിന്റെ ഒരു അക്കൗണ്ടിംഗ് കാലയളവിലെ ലാഭം അല്ലെങ്കിൽ നഷ്ടം കണക്കാക്കാൻ പറ്റും. അതുപോലെ വർഷാവസാനത്തെ ആസ്തിയും ബാധ്യതയും എത്രയാണെന്നും കണ്ടെത്താം. പക്ഷെ അവരുടെ കയ്യിലുള്ള വിവരങ്ങൾ ഇൻകംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ അപൂർണ വിവരങ്ങളാണ്. അപ്പോൾ ഈ അപൂർണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക രേഖകൾ തയ്യാറാക്കുക എന്നത് പ്രയാസമുള്ളതും വെല്ലുവിളി നിറഞ്ഞതുമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതിനായി രണ്ട് മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന്, പ്രിപ്പയറിംഗ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആസ് അറ്റ് ദ ബിഗിനിങ് ആൻഡ് ആസ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിംഗ് പീരിയഡ് കോൾഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഓർ നെറ്റ് വർത്ത് മെത്തേഡ്, അല്ലെങ്കിൽ ഇതിനെ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്നും വിളിക്കാം. അതായത് ഒരു വർഷ ആരംഭത്തിലെയും വർഷ അവസാനത്തിലെയും അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ഒക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി അതിലൂടെ ലാഭനഷ്ടങ്ങൾ നിർണ്ണയിക്കുന്ന രീതിയെയാണ് ഈ നെറ്റ് വർത്ത് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് കൺവേർഷൻ മെത്തേഡാണ്, അല്ലെങ്കിൽ പരിവർത്തന രീതി. ഇവിടെ ലഭ്യമല്ലാത്ത വിവരങ്ങൾ ശേഖരിച്ച് അക്കൗണ്ടിംഗ് രേഖകൾ കൃത്യമായ ക്രമത്തിലാക്കി അതിൻ പ്രകാരം വ്യാപാര ലാഭനഷ്ടവും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ആ മെത്തേഡിനാണ് കൺവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ പ്രിപ്പയറിംഗ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ദി ബാലൻസ് ഷീറ്റ് ബൈ പുട്ടിംഗ് ദ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഇൻ പ്രോപ്പർ ഓർഡർ. നമുക്ക് നമ്മളുടെ കയ്യിലില്ലാത്ത വിവരങ്ങൾ ശേഖരിച്ച് അക്കൗണ്ടിംഗ് രേഖകളൊക്കെ കൃത്യമായ ക്രമത്തിലാക്കി അതിൽ നിന്നും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്ന മെത്തേഡാണ് കൺവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ രണ്ട് മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്, ഈ ഫസ്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ലാഭവും നഷ്ടവും ഒക്കെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, ഇതിൻ്റെ മലയാളം എന്ന് പറയുന്നത് ആസ്തി ബാധ്യതാ പട്ടിക തയ്യാറാക്കൽ എന്നാണ്. അതായത് നമ്മൾ
അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയാണ് നമ്മളിതിൽ ലാഭവും നഷ്ടവും ഒക്കെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മെത്തേഡിനെ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് അല്ലെങ്കിൽ നെറ്റ് വർത്ത് മെത്തേഡ് എന്നും പറയും. അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നമുക്കൊരു എക്സാമ്പിളിൽ കൂടി ഇത് പഠിക്കാം. ഇത് എൻ്റെ പേര് ജീവ. ഞാൻ ഒരു 50,000 രൂപ മുടക്കി ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 50,000 രൂപ മുടക്കി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വിചാരിച്ചു ഒരു 10,000 രൂപ കൂടി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തേക്കാമെന്ന്. എത്ര രൂപയാണ്? 10,000 രൂപ. ബിസിനസ് കുറച്ചും കൂടി മെച്ചപ്പെടട്ടെ എന്ന് കരുതി. അങ്ങനെ ഒരു 10,000 രൂപ കൂടി ഞാൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ ആദ്യം കൊണ്ടുവന്ന എമൗണ്ട് എത്രയാണ്? 50,000 രൂപ. ഇതിന് പറയുന്ന പേരെന്താണ്? ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് അല്ലേ? അപ്പം ഞാൻ ആദ്യം എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന എമൗണ്ട്, അതിന് പറയുന്ന പേര് ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ്, അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്നും വിളിക്കാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ലേ? ഇനി അത് കഴിഞ്ഞ് ഞാൻ ബിസിനസ്സിലേക്ക് ഒരു 10,000 രൂപ കൂടി കൊണ്ടുവന്നു. അതിന് വിളിക്കുന്ന പേരെന്താ? അഡീഷണൽ ക്യാപിറ്റൽ. ക്ലിയർ? കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് ക്യാഷ് ആവശ്യം വന്നപ്പോഴത്തേക്കിനും ഒരു 15,000 രൂപ ഞാൻ ബിസിനസ്സിൽ നിന്ന് എടുത്തു. എത്ര രൂപയാണ് പിൻവലിച്ചിരിക്കുന്നത്? 15,000 രൂപ. ഇങ്ങനെ ബിസിനസ്സിൽ നിന്ന് പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഓണർ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് നമ്മൾ എന്തെന്നാ പറയുന്നത്? ഡ്രോയിങ്സ് അല്ലേ? അപ്പം ഈ 15,000 രൂപയാണ് എൻ്റെ ഡ്രോയിങ്സ്. അത് കഴിഞ്ഞ് ആ വർഷം അവസാനിക്കാറായപ്പോഴേക്കും എനിക്ക് ലാഭം കിട്ടി. ഒരു 5,000 രൂപയാണ് ലാഭമെന്ന് വിചാരിക്കുക. ഇതെന്താണ്? പ്രോഫിറ്റ് അല്ലേ? 5,000 രൂപ എനിക്ക് പ്രോഫിറ്റ് കിട്ടി. അതായത് ഒന്നുകൂടി പറയാം, ഇവിടെ ഞാൻ 50,000 രൂപ ക്യാപിറ്റൽ മുടക്കി ബിസിനസ് ആരംഭിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു 10,000 രൂപ കൂടി ഇട്ടു. ഇതിൻ്റെ പേര് അഡീഷണൽ ക്യാപിറ്റൽ എന്നാണ്. തുടക്കത്തിൽ കൊണ്ടുവന്ന ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ. പിന്നെ ഒരു ആവശ്യം വന്നപ്പോൾ ഒരു 10,000 രൂപ ബിസിനസ്സിൽ നിന്ന് ഞാൻ പിൻവലിച്ചു. അതിന് ഡ്രോയിങ്സ് എന്നാണ് പറയുന്നത്. ആ വർഷത്തിൻ്റെ അവസാനം എനിക്കൊരു 5,000 രൂപ പ്രോഫിറ്റും കിട്ടി. ഇതാണ് സംഭവം. ഇതിൽ നിന്ന് എങ്ങനെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്, ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് കണ്ടുപിടിക്കുന്നത്, ഇതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 50,000 രൂപയല്ലേ ഞാൻ ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് കൊണ്ടുവന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിൻ്റെ കൂടെ ഞാനൊരു 10,000 രൂപ കൂടി കൊണ്ടുവന്നു അല്ലേ? അപ്പോൾ എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ ഇപ്പോൾ എത്രയായി? 60,000 രൂപ. ഈ 60,000 രൂപയാണ് എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ. ഇനി അപ്പം ഈ 60,000 രൂപ എൻ്റെ കയ്യിലുണ്ടല്ലോ. പിന്നെ എന്താ സംഭവിച്ചത്? കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരു 15,000 രൂപ വിഡ്രോ ചെയ്തു അല്ലേ? അപ്പം എൻ്റെ കയ്യിൽ 60,000 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? 15,000 വിഡ്രോ ചെയ്തു. ഇപ്പം എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 45,000 രൂപ അല്ലേ? അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ 45,000 രൂപയാണ് ഉള്ളത്.
പിന്നെ ആ വർഷം അവസാനിക്കാറായപ്പോഴത്തേക്കിനും എനിക്കൊരു 5000 രൂപ പ്രോഫിറ്റ് കിട്ടി. ഇപ്പം 45,000 ആയിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ആ വർഷം അവസാനിക്കാറായപ്പോഴത്തേക്കിനും എനിക്കൊരു 5000 രൂപ കൂടി എൻ്റെ കയ്യിൽ കിട്ടി. ഇപ്പം എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 50,000 രൂപ അല്ലേ? അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ 50,000 രൂപയ്ക്ക് എന്തെന്ന് പറയാം? ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്, അതായത് ആ വർഷം അവസാനം എൻ്റെ കയ്യിലുള്ള ക്യാഷ്. അല്ലെങ്കിൽ നമുക്കിതിനെ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്നും വിളിക്കാം. ക്ലോസിംഗ് ക്യാപിറ്റൽ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിച്ച വഴിയെ ഞാനൊരു ഫോർമുലയുടെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകണം. ഇപ്പോൾ ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് കണ്ടുപിടിച്ചല്ലോ. അപ്പം നമ്മൾ ഈ ചെയ്തു വന്ന വഴിയെ ഒരു ഇക്വേഷൻ്റെ രൂപത്തിലേക്ക് ഞാനൊന്ന് ആക്കിയാണ്. അതായത് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് അല്ലേ നമുക്കിവിടെ 50,000 കിട്ടിയത്. അപ്പോൾ അത് കിട്ടിയത് എങ്ങനെയാണ് നമുക്കൊന്ന് ഇക്വേഷൻ്റെ രൂപത്തിലാക്കി നോക്കാം. ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ കയ്യിൽ നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ, അതായത് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ലേ? അപ്പം ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ്, അതിൻ്റെ കൂടെ അഡീഷണൽ ക്യാപിറ്റൽ എന്ത് ചെയ്തു? ആഡ് ചെയ്തു അല്ലേ? 10,000 ഇവിടെ ആഡ് ചെയ്തില്ലേ? അപ്പം അതിൻ്റെ കൂടെ അഡീഷണൽ ക്യാപിറ്റൽ ആഡ് ചെയ്തു. പിന്നെ അതിൽ നിന്ന് എന്താ ചെയ്തത്? ഈ ഡ്രോയിങ്സ് ഇല്ലേ, ഈ ഡ്രോയിങ്സ് 15,000 എന്ത് ചെയ്തു? ഇവിടെ ലെസ് ചെയ്തു. അപ്പം മൈനസ് ഡ്രോയിങ്സ്. ഇനി അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? ഈ കിട്ടിയ ലാഭം ഇവിടെ ആഡ് ചെയ്തു. അപ്പം പ്ലസ് പ്രോഫിറ്റ്. ഇത്രയും ചെയ്തപ്പോഴല്ലേ നമുക്ക് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കാണാനുള്ള ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കാമല്ലോ. ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ നിന്ന് ഈ പ്രോഫിറ്റ് കാണാനുള്ള ഫോർമുല ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്രോഫിറ്റിനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ഐറ്റത്തിനെ എല്ലാം ഈ ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതിയല്ലോ. അപ്പോൾ പ്രോഫിറ്റ് ഈക്വൽസ് പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ എന്താ കിടക്കുന്നത്? നമ്മൾ ബാക്കിയുള്ള ഐറ്റത്തിനെ എല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്, ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്. പിന്നെ ഡ്രോയിങ്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. മൈനസ് ആണ്, അതിപ്പുറത്തോട്ട് വരുമ്പോൾ എന്താകും? പ്ലസ് ഡ്രോയിങ്സ് ആകും. പ്ലസ് ഡ്രോയിങ്സ്. പിന്നെ ഇവിടെ അതെ അഡീഷണൽ ക്യാപിറ്റൽ പ്ലസ് അഡീഷണൽ ക്യാപിറ്റലാണ്, അതിൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ. പിന്നെ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ഉണ്ട്, അതും എന്താവും? മൈനസ് ആവും. മൈനസ് ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ്. അപ്പം ഇതാണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ ഡ്രോയിങ്സ് എന്തുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത്? ഇതും ബിസിനസിന്റെ ക്യാഷ് ആണല്ലേ. അപ്പം ഇത് വിഡ്രോ ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ഇതും കൂടി ഏതിൻ്റെ കൂടെ വന്നേനെ? പ്രോഫിറ്റിന്റെ കൂടെ വന്നേനെ അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഈ ഡ്രോയിങ്സ് നമ്മളിവിടെ ആഡ് ചെയ്തത്. അഡീഷണൽ ക്യാപിറ്റൽ എന്തുകൊണ്ടാണ് മൈനസ് ചെയ്യുന്നത്? അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസിന്റെ ലാഭമല്ല, നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന എമൗണ്ട് ആണ്. അതിനെ ലാഭം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? മൈനസ് ചെയ്യുന്നത്. പിന്നെ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്, അതും ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവന്ന ക്യാഷാണ്, അതും ലാഭമല്ല. അതുകൊണ്ടാണ് ബിഗിനിങ്ങിലുള്ള ക്യാപിറ്റൽ നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതെന്ന് പറയുന്നത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതല്ലേ. അതായത് നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ ക്യാപിറ്റൽ കാണിക്കണമല്ലോ.
അപ്പം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ആ ഇയറിൽ ആദ്യം ഉണ്ടായിരുന്ന ക്യാപിറ്റലല്ലേ എഴുതുന്നത്. നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഈ ക്യാപിറ്റലും അതിനോടനുബന്ധിച്ച അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്ന് ഓർത്ത് നോക്കിക്കേ. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ട്രയൽ ബാലൻസിലുള്ള ക്യാപിറ്റൽ എത്രയാണെന്ന് അതങ്ങ് എഴുതും. അതിൻ്റെ കൂടെ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടത്? അതും കൂടി ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. പിന്നെ ആ ബിസിനസ്സിൽ ആ വർഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ് എങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ആഡ് ചെയ്യുമായിരുന്നു. നെറ്റ് പ്രോഫിറ്റും ആഡ് ചെയ്യും. അപ്പം ഇത്രയും എമൗണ്ടാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പം അതിൽ നിന്ന് നമ്മൾ ആ വർഷം എന്തെങ്കിലും വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തും ചെയ്യുമായിരുന്നു? കുറയ്ക്കുമായിരുന്നില്ലേ ഡ്രോയിങ്സിൻ്റെ എമൗണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് അല്ലേ നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് നമ്മൾ എഴുതുന്നത് അല്ലേ? അപ്പം നമ്മൾ ഇവിടെ ട്രയൽ ബാലൻസ് ഉള്ള ആ ക്യാപിറ്റൽ ആ വർഷം ആദ്യം നമ്മൾ ഉള്ള ക്യാപിറ്റലാണ് അവസാനം ആകുമ്പോഴത്തേക്കിനും ആ വർഷത്തെ ലാഭവും ആ വർഷം പിന്നീട് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും എല്ലാം ടോട്ടൽ ചെയ്ത് അതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുള്ള എമൗണ്ട് ആണല്ലോ നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എഴുതുന്നത്. അതെന്ന് പറയുന്നത് ആ വർഷത്തെ ക്ലോസിങ് ക്യാപിറ്റൽ അല്ലേ? അത് തന്നെയാണ് എവിടെയും പറയുന്നത്. നോക്കിക്കേ, കണ്ടോ? ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് എന്ന് പറയുന്നത് ആ വർഷം ആദ്യം നമ്മുടെ കയ്യിലുള്ള മൂലധനം, അതിൻ്റെ കൂടെ നമ്മൾ വീണ്ടും അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. അതിൽ നിന്നും ഡ്രോയിങ്സ് എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. പിന്നെ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കാരണം ഈ ഡ്രോയിങ്സ് കുറച്ചാണല്ലോ നമ്മൾ പിന്നെ ഓണർക്ക് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഡ്രോയിങ്സ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. പിന്നെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതും ക്യാപിറ്റലിൻ്റെ കൂടെ കൂടേണ്ട ഐറ്റമാണ്. അതുകൊണ്ട് അത് ആഡ് ചെയ്യുന്നു. ഇനി ഇവിടെ പ്രോഫിറ്റിന് പകരം ഇവിടെ 5000 രൂപ പ്രോഫിറ്റിന് പകരം ലോസ് ആണെന്ന് വിചാരിക്കും. ഒരു 2000 രൂപ ബിസിനസ്സിന് ലോസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് ചെയ്യുന്നിടത്ത് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്യുന്നു. അതായത് നമ്മളിവിടെ ലോസ് ആണെങ്കിൽ നെറ്റ് ലോസ് അല്ലേ എഴുതുന്നത്, അതുപോലെ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ ഇക്വേഷൻ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അതായത് ആ ബിസിനസ് നടത്തിയപ്പോൾ എൻ്റെ കയ്യിൽ അവസാനം എത്ര രൂപ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. ഇനി എൻ്റെ പ്രോഫിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ക്യാപിറ്റലിൻ്റെ കൂടെ ഞാൻ വിഡ്രോ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് അതും എൻ്റെ ലാഭത്തിൻ്റെ കൂടെ കൂടേണ്ടിയിരുന്നതല്ലേ? ഞാനത് എനിക്ക് പേഴ്സണൽ ആവശ്യം വന്നത് കാരണം ഞാൻ എന്ത് ചെയ്തതാണ്? വിഡ്രോ ചെയ്തതാണ്. അപ്പോൾ അത് ആഡ് ചെയ്യണം. പിന്നെ അഡീഷണൽ ക്യാപിറ്റൽ, അത് ക്യാപിറ്റലാണ്, അത് ലാഭം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. കാരണം അഡീഷണൽ ക്യാപിറ്റലൊക്കെ ഈ ക്ലോസിങ് ക്യാപിറ്റലിൻ്റെ കൂടെ കൂടി കിടക്കുന്നതാണ്. അപ്പോൾ അത് മൈനസ് ചെയ്യണം. പിന്നെ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്ങും മൈനസ് ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിൽ എത്ര രൂപയാണ് ലാഭം കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തു. അതായത് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് പ്ലസ് ഡ്രോയിങ്സ് മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്. അത് തന്നെയാണ് കേട്ടോ ഇവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ ഓർഡറിൽ ഒരു ചേഞ്ച് ഉണ്ടെന്ന് മാത്രം. ഇത് ഇക്വേഷൻ്റെ ഫോർമാറ്റ്. ഇനി നമുക്കിതൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോമിലേക്കൊന്ന് ആക്കിയിരിക്കുന്നത് നോക്കാം. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇയർ എൻഡ്. ഇത് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രൂപത്തിൽ തയ്യാറാക്കുകയാണ് നമുക്ക് എളുപ്പം. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഒരു മോഡലിൽ വേണം, ഈ ഒരു ഫോർമാറ്റിൽ വേണം നമ്മൾ പ്രോഫിറ്റും ലോസും ഒക്കെ കണ്ടെത്താനായിട്ട്. അതായത് ഈ ഇക്വേഷൻ, നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ആക്കിയിരിക്കുന്നതേ ഉള്ളൂ. നോക്കിക്കേ, ഇതുപോലെ വരയ്ക്കുക. ക്യാപിറ്റൽ ആസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ, അതായത് ക്ലോസിങ് ക്യാപിറ്റലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ലാസ്റ്റ് റിസൾട്ട് തന്നെ അതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, ക്ലോസിങ് ക്യാപിറ്റൽ. ഇനി അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു. ഇവിടെ കണ്ടില്ലേ, ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്, അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. പിന്നെ അതിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഈ ഇക്വേഷനിൽ നോക്കിക്കുക, അഡീഷണൽ ക്യാപിറ്റൽ എന്ത് ചെയ്തിരിക്കുകയാണ്? മൈനസ് ചെയ്യുകയാണ്. പിന്നെ അത്രയും ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ക്യാപിറ്റലിന് വിളിക്കുന്ന പേരാണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. ഇത്രയും കാൽക്കുലേഷൻ കഴിയുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ കിട്ടും. പിന്നെ അതിൽ നിന്ന് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ ഡിഡക്റ്റ് ചെയ്തെന്നാൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് കിട്ടും. അപ്പം
ഈ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. അതിൽ നിന്ന് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ഉണ്ടോ, ഇവിടെ നമ്മൾ ലാസ്റ്റ് ക്യാപിറ്റൽ ബിഗിനിങ് ക്യാപിറ്റൽ എന്ത് ചെയ്തേക്കുക, ഡിഡക്ട് ചെയ്തേക്കുക. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഫോമിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തു എന്ന് മാത്രം. അപ്പം ഈ ഫോർമാറ്റ് മനസ്സിലാക്കി വെക്കുക. അത് ബൈ ഹാർട്ട് ചെയ്യുകയല്ല, ഞാൻ പറഞ്ഞ എക്സാമ്പിളിലൂടെ അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി പഠിക്കുക. ഇനി ഈ ഇത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോൾ ഇവിടെ കിട്ടുന്ന എമൗണ്ട് ഒരു പോസിറ്റീവ് എമൗണ്ട് ആണ് എങ്കിൽ നമുക്ക് കിട്ടിയത് പ്രോഫിറ്റ് ആണ്. ഇനി ഇവിടെ കാൽക്കുലേഷൻ നടത്തി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് എമൗണ്ട് ആണ് എങ്കിൽ അതെന്ന് പറയുന്നത് ലോസ് ആണ്. ആ വർഷം ലോസ് ആയതുകൊണ്ടാണ്, ലോസ് ആണെങ്കിലാണ് ഇവിടെ നമുക്ക് നെഗറ്റീവ് ഫിഗർ കിട്ടുന്നത്. അതും കൂടി ഓർത്തോണം. അതും ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. If the net result of the above computation is a positive amount, it represents the profit earned during the year. In case the net result is a negative amount, it would represent the loss sustained during the year. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ചോദ്യത്തിൽ ഇതെല്ലാ ഐറ്റവും തന്നിട്ടുണ്ടാവില്ല. നമുക്ക് ഈ ചിലപ്പം ഈ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയറും അല്ലെങ്കിൽ ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയറും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടാകില്ല. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ കമ്പ്യൂട്ടർ ഫ്രം സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും കൂടി തയ്യാറാക്കണം. അപ്പോൾ അത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ് തയ്യാറാക്കേണ്ടി വരുന്നത്. അതായത് ഓപ്പണിങ്ങിലുള്ളതും തയ്യാറാക്കേണ്ടി വരും. ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല എങ്കിൽ, ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല എങ്കിൽ ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ അതും കൂടി എന്താണെന്നൊന്ന് നോക്കിയേക്കാം. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പറഞ്ഞാൽ എന്താണ്? ആസ്തി ബാധ്യത പട്ടിക എന്നാണ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു. മൂലധനത്തിൽ ഉണ്ടായ മാറ്റം കണ്ടെത്താനായി ഒരു വർഷ ആരംഭത്തിലെയും അവസാനത്തിലെയും അസറ്റ്സും ലയബിലിറ്റീസും ഉൾപ്പെടുത്തി ഒരു പ്രത്യേക പട്ടിക നമ്മൾ തയ്യാറാക്കുന്നു. ഈ സ്റ്റേറ്റ്മെന്റിനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അല്ലെങ്കിൽ ആസ്തി ബാധ്യത പട്ടിക എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റിന് സമാനമായി ഇതിൽ ഒരു വശത്ത് ബാധ്യതയും മറുവശത്ത് ആസ്തികളുമാണ് കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിലെ പോലെ തന്നെ ഒരു സൈഡിൽ അസറ്റ്സും മറു സൈഡിൽ ലയബിലിറ്റീസുമാണ് കാണിക്കുന്നത്. ഇതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിന്റെ ഫോർമാറ്റ്. അത് ഓപ്പണിങ്ങിൽ ഉള്ളതാണ് തയ്യാറാക്കുന്നതെങ്കിൽ ആ ഓപ്പണിംഗ് ഡേറ്റ് ഇവിടെ കൊടുക്കണം. ക്ലോസിങ്ങിലുള്ളത് തയ്യാറാക്കുന്നെങ്കിൽ ക്ലോസിംഗ് ഡേറ്റ് കൊടുക്കുക. രണ്ട് സൈഡാണുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ലയബിലിറ്റീസ്, റൈറ്റ് സൈഡിൽ അസറ്റ്സ്, നമ്മുടെ ബാലൻസ് ഷീറ്റിലെ പോലെ തന്നെ. ഇനി ഈ രണ്ടു വശത്തെയും തുകകളുടെ വ്യത്യാസമാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ ഈക്വൽസ് അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾക്ക് ഒരു വർഷം ആരംഭത്തിലുള്ള അസറ്റ്സ് വന്നിട്ടുണ്ടാവും. ആ അസറ്റ്സ് എല്ലാം നമ്മൾ അസറ്റ്സിന്റെ കോളത്തിലേക്ക് എഴുതുന്നു. ലയബിലിറ്റീസ് എല്ലാം ലയബിലിറ്റീസിന്റെ കോളത്തിലേക്ക് എഴുതുന്നു. ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഇല്ല. അപ്പോൾ ആ ബാലൻസ് ചെയ്ത് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാപിറ്റൽ ആയിരിക്കും. അങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ നിന്ന് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. ഈ ബാലൻസ് ഷീറ്റുമായിട്ട് സാമ്യമുണ്ടെങ്കിലും ഇതിനെ ബാലൻസ് ഷീറ്റ് എന്നും വിളിക്കത്തില്ല. കാരണം ലെഡ്ജറുകളുടെ സഹായത്തോടെ അല്ല ഇത് തയ്യാറാക്കുന്നത്. മറിച്ച് കൈവശമുള്ള പ്രമാണങ്ങളുടെയും അതുപോലെ മതിപ്പ് മൂല്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ സ്ഥിര ആസ്തികൾ, അതുപോലെ തന്നെ കൊടുക്കാനുള്ള ചെലവുകൾ, ബാങ്ക് ബാലൻസുകൾ ഇതൊക്കെ കണക്കാക്കുന്നത്. അതല്ലാതെ ഇതൊരു ലെഡ്ജർ അക്കൗണ്ടിന്റെ ബാലൻസുകളല്ല ഇതിൽ വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കത്തില്ല. പക്ഷേ ബാലൻസ് ഷീറ്റ് പോലെ തന്നെയാണിത് നമ്മൾ തയ്യാറാക്കുന്നത്, അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ വെച്ചിട്ട്. അപ്പം ഓപ്പണിങ്ങിൽ ഉള്ള ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും ക്ലോസിങ്ങിലുള്ള ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും, അതായത് ആ ഇയർ എൻഡ് ചെയ്യുമ്പോൾ എത്രമാത്രം അസറ്റ്സും ലയബിലിറ്റീസും ഉണ്ട് അതൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് തയ്യാറാക്കി അതിൻ്റെ ഡിഫറൻസ് ആണ് ക്ലോസിങ്ങിലായിട്ട് വരുന്നത്. അത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.